ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഓൾ. ബിസിനസ് റെഗുലേഷൻസിൽ അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏരിയ ആക്സെപ്റ്റൻസ് എന്നുള്ളതാണ്. ആക്സെപ്റ്റൻസിൻ്റെ ഡെഫിനിഷനാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഡെഫിനിഷൻ ഒന്ന് നോക്കാം. അക്കോർഡ് ടു സെക്ഷൻ 2B ഓഫ് ദി ആക്ട്, വെൻ ദ പേഴ്സൺ to whom the offer is made signifies his assent thereto, the proposal is said to be accepted. That means when the person to whom the offer is made, ആർക്കാണോ ഓഫർ വെച്ചിട്ടുള്ളത് ആ വ്യക്തി സിഗ്നിഫൈസ് ഹിസ് അസെന്റ് thereto, അതിനുള്ള സമ്മതം കൊടുക്കുകയാണെങ്കിൽ ദ പ്രൊപ്പോസൽ ഈസ് സെറ്റ് ടു ബി ആക്സെപ്റ്റഡ്, ആ പ്രൊപ്പോസൽ ആക്സെപ്റ്റ് ചെയ്തതായി കൺസിഡർ ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു ഓഫറിൽ പറഞ്ഞതാണ് ഒരാൾ അയാളുടെ വില്ലിങ്നെസ് മറ്റൊരു വ്യക്തിയെ അറിയിക്കുകയാണ്. സോ അവിടെ ആ വ്യക്തിയെ അറിയിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? ആ വ്യക്തിയുടെ സമ്മതം കിട്ടുക എന്നുള്ളതാണ്. സോ ആ ഓഫറുമായി ബന്ധപ്പെട്ട് ആ വ്യക്തി, ദാറ്റ് മീൻസ് ഓഫറി, അയാളുടെ സമ്മതം കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എ പ്രൊപ്പോസൽ വെൻ ആക്സെപ്റ്റഡ് ബിക്കംസ് എ പ്രോമിസ്. ഒരു പ്രൊപ്പോസൽ ഓഫറി ആക്സെപ്റ്റ് ചെയ്താൽ അതിനെ പ്രോമിസ് എന്ന് വിളിക്കാം. അത്തരത്തിലുള്ള പ്രോമിസിനെ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് പ്രോമിസസ് ആണ് കോൺട്രാക്റ്റ് എന്നുള്ളത് പറഞ്ഞു നമ്മൾ. ഓക്കെ, ദെൻ എക്സാമ്പിളാണ് എക്സ് ഓഫേഴ്സ് ടു സെൽ ഹിസ് കാർ ടു വൈ ഫോർ ₹1 lakh. വൈ അഗ്രീസ് ടു ബൈ ദ കാർ ₹1 lakh. വൈസ് ആക്ട് ഈസ് ആൻ ആക്സെപ്റ്റൻസ് ഓഫ് എക്സ് ഓഫർ. സോ ഇവിടെ എക്സ് ഓഫറാണ്, അയാൾ വെക്കുന്ന ഓഫറാണ് അയാളുടെ കാറ് 1 lakh rupeesന് വൈക്ക് വിൽക്കാമെന്നുള്ളത്. സോ എക്സ് ഓഫർ വെക്കുന്നത് എന്തുദ്ദേശത്തോടു കൂടിയാണ്? വൈ അത് വാങ്ങണം അല്ലെങ്കിൽ വൈൻ്റെ സമ്മതം കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. സോ അവിടെ വൈ സമ്മതിച്ചാൽ അതിന് നമുക്ക് എന്ത് പറയാം? ആക്സെപ്റ്റൻസ് എന്ന് പറയാം. സോ ഇവിടെ വൈ ആ കാറ് 1 lakh rupeesന് വാങ്ങാൻ അഗ്രി ചെയ്യുന്നതോടെ അത് ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറയാം. ഓക്കെ, സോ അത്രയാണ് ആക്സെപ്റ്റൻസ്. ഇനി ഒരു ആക്സെപ്റ്റൻസ് വാലിഡ് ആകാൻ വേണ്ട എലമെൻറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ലിസ്റ്റ് ചെയ്ത എലമെൻറ്റ്സ് ഫുൾഫിൽ ചെയ്യുമ്പോഴാണ് ഒരു ആക്സെപ്റ്റൻസ് വാലിഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആക്സെപ്റ്റൻസ് മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്. ഇറ്റ് മസ്റ്റ് ബി അബ്സല്യൂട്ട് ഓർ അൺക്വാളിഫൈഡ്. ഇറ്റ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ്. ഇറ്റ് മസ്റ്റ് ബി ഇൻ എ പ്രിസ്ക്രൈബ്ഡ് ഓർ റീസണബിൾ മോഡ്. ഇറ്റ് മസ്റ്റ് ബി ഗിവൺ വിത്തിൻ എ റീസണബിൾ ടൈം. It cannot precede an offer. It must be given only by the person to whom the offer is made. Rejected offer can be accepted only on renewal, and the acceptance cannot be implied from silence. അതായത് ഇത്രയും എലമെൻറ്റ്സ് ഫുൾഫിൽ ചെയ്യുമ്പോഴാണ് ആക്സെപ്റ്റൻസ് വാലിഡ് ആകുന്നത്. ഇനി ഓരോ എലമെൻറ്റ്സും ഏതൊക്കെയാണെന്ന് നോക്കാം. ആക്സെപ്റ്റൻസ് മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്. നമ്മൾ ഓഫറിൻ്റെ ടൈപ്സ് പറഞ്ഞപ്പോഴും പറഞ്ഞതാണ് എക്സ്പ്രസ് ഓഫറും ആകാം ഇംപ്ലൈഡ് ഓഫറും ആകാം എന്നുള്ളത്. അതുപോലെ തന്നെ ആക്സെപ്റ്റൻസും ഒന്നെങ്കിൽ എക്സ്പ്രസ്ഡ് ആവാം അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആവാം. എക്സ്പ്രസ് ഓഫർ എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ ആക്സെപ്റ്റൻസ് റിട്ടൺ വേർഡ്സിലൂടെയോ അല്ലെങ്കിൽ ഓറൽ വേർഡ്സിലൂടെയോ ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന് എക്സ്പ്രസ് ഓഫർ എന്ന് പറയാം. അതേസമയം പറയാതെ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ബൈ ദി കോണ്ടക്റ്റ് ഓഫ് ദി ഓഫർ ആക്സെപ്റ്റ് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യും. അത്തരം ആക്സെപ്റ്റൻസിനെയാണ് ഇംപ്ലൈഡ് ഓഫർ എന്ന് പറയുന്നത്. ദെൻ ഇംപ്ലൈഡ് ആക്സെപ്റ്റൻസ് മേ അറൈസ് ഫ്രം ഡൂയിങ് ഓഫ് എ പെർട്ടിക്കുലർ ആക്ട് ആസ് പ്രിസ്ക്രൈബ്ഡ് ഇൻ ദി ഓഫർ ഓർ ബൈ ആക്സെപ്റ്റിംഗ് എ ബെനിഫിറ്റ് ഓഫേർഡ് ബൈ ദി ഓഫറർ. അതായത് ഓഫറിൽ പറഞ്ഞ ഒരു ആക്ട് ചെയ്തിട്ട് ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്തതായിട്ട് കാണിക്കാം. അതല്ലെങ്കിൽ ഓഫറർ കൊടുത്ത ഒരു ബെനഫിറ്റ് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടും ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്തതായിട്ട് കാണിക്കാം. സോ പറഞ്ഞിട്ട് തന്നെ വേണമെന്നില്ല അല്ലെങ്കിൽ എഴുതി അറിയിക്കണം എന്നില്ല ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്യാൻ. ഓഫറിൽ പറഞ്ഞ കാര്യം ചെയ്തുകൊണ്ടും നമുക്ക് ഓഫർ ആക്സെപ്റ്റ് ചെയ്തതായിട്ട് കാണിക്കാം. ദെൻ അതിനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കേസാണ് കാർലിൽ വേഴ്സസ് കാർബോളിക് സ്മോക്ക് ബോൾ കമ്പനി. സെയിം കേസ് നമ്മൾ ജനറൽ ഓഫറിൻ്റെ കേസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കേസ് പറയുന്നത് കാർബോളിക് സ്മോക്ക് ബോൾ കമ്പനി ഒരു ഓഫർ ഇറക്കി. അവിടെ സ്മോക്ക് ബോൾസ് 2 weeks 2 ആഴ്ചത്തോളം ഡെയിലി 3 നേരം യൂസ് ചെയ്തിട്ട് ഇൻഫ്ലുവൻസ പിടിപെടുകയാണ് എന്നുണ്ടെങ്കിൽ അവരൊരു സ്പെസിഫിക് റിവാർഡ് കൊടുക്കുമെന്ന് പറഞ്ഞ് ഓഫർ വെച്ചു. ദെൻ കാർലിൽ എന്ന് പറയുന്ന വനിത എന്ത് ചെയ്തു? ഈ പറയുന്ന സ്മോക്ക് ബോൾ ഇവർ പറഞ്ഞ പ്രകാരം യൂസ് ചെയ്തു. പക്ഷെ അവർക്ക് എന്ത് വന്നു?
ഇൻഫ്ലുവൻസ പിടിപെട്ടു. സോ കാർലിൽ കോടതിയിൽ കേസ് കൊടുത്തു. പക്ഷേ ആ സമയത്ത് കാർബോളിക് സ്മോക്ക് ബോൾ കമ്പനി ക്ലെയിം ചെയ്തത് എന്തായിരുന്നു വെച്ചാൽ, ഈ കാർലിൽ ഇവരുടെ ഓഫർ ആക്സെപ്റ്റ് ചെയ്തത് കമ്പനി അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് കമ്പനിയുടെ വാദം. പക്ഷെ കോടതി പറഞ്ഞു ഇവർ പറഞ്ഞ ഓഫറിലുള്ള കാര്യം ഇവർ ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് കാർലിൽ ബൈ ആക്ട് ഓഫർ ആക്സെപ്റ്റ് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യാം. അതൊരു ഇംപ്ലൈഡ് ആക്സെപ്റ്റൻസ് ആയിരുന്നു. സോ അത് വാലിഡ് ആണ്. സോ കാർലിൽ പറഞ്ഞ പ്രകാരം സ്പെസിഫിക് റിവാർഡ് അവർക്ക് കൊടുക്കണമെന്ന് വിധി വന്നു. അപ്പോൾ ഓഫറിൽ ആക്സെപ്റ്റ് ചെയ്യാൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എഴുതിയിട്ടോ തന്നെ ആവണമെന്നില്ല. ഓഫറിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് കൊണ്ടും ആക്സെപ്റ്റൻസ് അറിയിക്കാം. അത്തരം ആക്സെപ്റ്റൻസ് ആണ് ഇംപ്ലൈഡ് ആക്സെപ്റ്റൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The next one, acceptance must be absolute or unqualified. Section 7(1) provides that acceptance, in order to be binding, must correspond with all the terms of the offer. അതായത് ഓഫറിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ടേംസും കംപ്ലീറ്റ് ആയിട്ട് അനുസരിക്കുമ്പോൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് അത് വാലിഡ് ആകുന്നത്. ഇറ്റ് മസ്റ്റ് ബി ആക്സെപ്റ്റഡ് ഇൻ ടോട്ടോ. ഇൻ ടോട്ടോ മീൻസ് ഇൻകംപ്ലീറ്റ്. ഓഫറിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അനുസരിക്കണം. അത് മുഴുവൻ ഓരോ ടേംസും ആക്സെപ്റ്റ് ചെയ്യൽ നിർബന്ധമാണ്. എ ക്വാളിഫൈഡ് ആൻഡ് കണ്ടീഷണൽ ആക്സെപ്റ്റൻസ് അമൗണ്ട്സ് ടു മാർക്കിംഗ് ഓഫ് എ കൗണ്ടർ ഓഫർ വിച്ച് പുട്ട്സ് ആൻ എൻഡ് ടു ഒറിജിനൽ ഓഫർ ആൻഡ് ഇറ്റ് കനോട്ട് ബി റിവൈഡ് ബൈ സബ്സിക്വൻറ്റ് ആക്സെപ്റ്റൻസ്. അതായത് ഓഫറിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം തിരുത്തേ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ അത് മറ്റൊരു ഓഫറായിട്ടേ കൺസിഡർ ചെയ്യാൻ കഴിയുള്ളൂ. സോ അവിടെ ഒറിജിനൽ ഓഫർ റിജക്റ്റ് ചെയ്യുകയും ഒരു കൗണ്ടർ ഓഫർ അറൈസ് ചെയ്യുകയും ചെയ്യും. സോ ഒറിജിനൽ ഓഫർ ആക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ അനുസരിക്കണം. അതിലെന്തെങ്കിലും മാറ്റം വരുത്തിയാൽ അതൊരു കൗണ്ടർ ഓഫറായിട്ടേ കൺസിഡർ ചെയ്യൂ എന്നുള്ളതാണ് പറയുന്നത്. ദെൻ എക്സാമ്പിളാണ് പി ഓഫർ ടു ക്യൂ ഹിസ് സ്കൂട്ടർ ഫോർ ₹5,000. M accepted the offer at entered ₹4,800 cash down, promising to pay the balance of ₹200 by the evening. There is no contract as the acceptance was not absolute and unqualified. അതായത് ഇവിടെ പറഞ്ഞ പ്രകാരം പിൻ്റെ സ്കൂട്ടർ 5,000 രൂപക്കാണ് ക്യൂക്ക് വിൽക്കുന്നത്. പക്ഷെ ക്യൂ എന്ത് പറഞ്ഞു, 4,800 കൊടുത്തിട്ട് 200 ഈവനിങ്ങിൽ തരാമെന്ന് പറഞ്ഞു. ഇവിടെ ഓഫറിൽ പറഞ്ഞ പ്രകാരമല്ല ഡീല് നടന്നിട്ടുള്ളത്. മീൻസ് പറഞ്ഞ പ്രകാരമല്ല ആക്സെപ്റ്റൻസ് ചെയ്തിട്ടുള്ളത്. സോ ആക്സെപ്റ്റൻസ് എന്തല്ല, വാലിഡ് അല്ല. ഓഫറിൽ പറഞ്ഞതിൽ ഒരു മാറ്റം വരാൻ പാടില്ല. എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം വന്നാൽ അത് ക്വാളിഫൈഡ് ആവും. ദാറ്റ് മീൻസ് അത് കൗണ്ടർ ഓഫറിലേക്ക് നീങ്ങും. അങ്ങനെ വരാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. Then acceptance must be communicated to the proposer. If the person to whom the proposal is made remains silent and does nothing to show that he has accepted the proposal, no contract is formed. That means ഓഫർ വെച്ചിട്ട് ആ ഓഫറി അയാളുടെ ആക്സെപ്റ്റൻസ് ഓഫററിനെ അറിയിച്ചിരിക്കണം. അപ്പോഴേ ആ ആക്സെപ്റ്റൻസ് വാലിഡ് ആവുള്ളൂ. ഇപ്പോൾ ഒരാൾ എനിക്കൊരു സാധനം വിൽക്കാം എന്ന് പറഞ്ഞു, ഞാനത് വാങ്ങാമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് കാര്യമില്ല. ഞാനത് വാങ്ങാൻ റെഡിയാണെന്ന് ആ പാർട്ടിയെ അറിയിക്കണം. അപ്പോഴേ അത് ആക്സെപ്റ്റൻസ് ആവുള്ളൂ. സോ ഇറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ്. ദെൻ ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു കേസ് പറയുന്നത് ഫെൽത്തൗസ് ആൻഡ് വേഴ്സസ് ബിൻലെ. അതായത് ഫെൽത്തൗസിൻ്റെ നെഫ്യൂ ആണ് ബിൻലെ. ബിൻലേൻ്റെ കയ്യിൽ ഉള്ള ഒരു ഹോഴ്സിനെ ഫെൽത്തൗസി വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഓഫർ വെക്കുകയാണ്. എന്നിട്ട് പറയാണ് ഇതിനെക്കുറിച്ച് വേറെ ഒന്നും കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ ഹോഴ്സ് എൻ്റേതായിട്ട് കൺസിഡർ ചെയ്യും എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റും കൂടി വെക്കണം. ദെൻ ബിൻലെ ഇതറിഞ്ഞിട്ട് ബിൻലെ അയാളുടെ കുതിരകളെ വിൽക്കുന്ന ഓപ്ഷനറിനോട് പറയാണ് ഇന്ന കുതിരനെ വിൽക്കണ്ട, അത് അങ്കിളിന് കൊടുക്കാനുള്ളതാണ് എന്നുള്ളത് ബിൻലെ പറയണം. പക്ഷേ ബിൻലേൻ്റെ ഓപ്ഷനർ അറിയാതെ ആ കുതിരയെ ബൈ മിസ്റ്റേക്കൺ അതിന് വിറ്റു. ഇതറിഞ്ഞ ഫെൽത്തൗസി കേസ് കൊടുത്തു. ആ കുതിരനെ വാങ്ങാൻ ഞാൻ ഓഫർ വെച്ചതായിരുന്നു, അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് ഇത് എനിക്ക് കിട്ടേണ്ട കുതിരയാണ്, പക്ഷെ അതൊരു വിറ്റിട്ടുണ്ട്, അതെനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ക്ലെയിം ചെയ്തുകൊണ്ട് കേസ് കൊടുത്തു. പക്ഷെ കോടതി വിധി വന്നത് എന്തായിരുന്നു വെച്ചാൽ ബിൻലെ ഫെൽത്തൗസി അറിയിച്ചിട്ടില്ല ആക്സെപ്റ്റൻസ്. ദെൻ അറിയിക്കുന്ന തരത്തിലൊരു പ്രവൃത്തിയും ഈ ബിൻലെ ഫെൽത്തൗസിയോട് ചെയ്തിട്ടുമില്ല. സോ അതുകൊണ്ട് എന്തല്ല, ആ ആക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് കൊണ്ട് വാലിഡ് അല്ല എന്നുള്ള വിധിയാണ് വന്നത്. സോ
ഫെൽത്തോസിക്ക് ആ ഹോഴ്സിനെ ക്ലെയിം ചെയ്യാനുള്ള റൈറ്റും കിട്ടിയില്ല. സോ ഇവിടെ പറഞ്ഞത് ഇതാണ്, കമ്മ്യൂണിക്കേഷൻ നിർബന്ധമാണ് എങ്കിൽ മാത്രമേ ആക്സെപ്റ്റൻസ് വാലിഡായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ദെൻ വേറൊരു എക്സെപ്ഷൻ ഇവിടെ പറയാനുള്ളത് യൂണിലാറ്ററൽ കോൺട്രാക്റ്റിൻ്റെ കേസിൽ. യൂണിലാറ്ററൽ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ വൺ സൈഡഡ് കോൺട്രാക്ട്, ദാറ്റ് മീൻസ് കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് തന്നെ വൺ പാർട്ടി അവരുടെ ഒബ്ലിഗേഷൻ ഫുൾഫില്ല് ചെയ്തിട്ടുണ്ട്. സോ അത്തരം കോൺട്രാക്റ്റിൻ്റെ കേസിൽ കമ്മ്യൂണിക്കേഷൻ നിർബന്ധമില്ല എന്നുള്ളതാണ് പറയുന്നത്. കാരണം നമ്മൾ മുമ്പ് പറഞ്ഞ കേസ്, ദാറ്റ് മീൻസ് കാർലിൽ വേഴ്സസ് കാർബോളിക് സ്മോക്ക് ബോൾ കമ്പനിയുടെ കേസിൽ അതാണ് സംഭവിച്ചത്. കാരണം കാർലിൽ ആ സ്മോക്ക് ബോൾ യൂസ് ചെയ്യുന്നതോടുകൂടെ അയാളുടെ, ദാറ്റ് മീൻസ് കാർലിൻ്റെ ഒബ്ലിഗേഷൻ അവർ പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, എന്നിട്ടാണ് കോൺട്രാക്റ്റ് വരുന്നത്. അതാണ് യൂണിലാറ്ററൽ കോൺട്രാക്റ്റ്. സോ അവിടെ ഈ കാർലിൽ ആ സ്മോക്ക് ബോൾ യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു ആക്സെപ്റ്റൻസ് ആരെ അറിയിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല, കമ്പനി അറിയിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അതാണ് അവിടെ ആ പറഞ്ഞ വിധി വന്നത്. സ്മോക്ക് ബോൾ അവർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം അത് എന്തുകൂടിയാണ്, യൂണിലാറ്ററൽ കോൺട്രാക്റ്റ് കൂടിയാണ്. അവിടെ എന്ത് വന്നു, ഇംപ്ലൈഡ് ആക്സെപ്റ്റൻസ് വന്നു. സോ അത്തരം യൂണിലാറ്ററൽ കോൺട്രാക്റ്റ്, അതായത് അവിടെ ഒരു പാർട്ടി ഒബ്ലിഗേഷൻ ഓൾറെഡി ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞു, ദാറ്റ് മീൻസ് അവിടെ ഇംപ്ലൈഡ് ആണ്. അത്തരം കേസിൽ എന്തിൻ്റെ ആവശ്യമില്ല, ആക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നോർമലി ആക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ആക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വാലിഡ് അല്ല. പക്ഷേ യൂണിലാറ്ററൽ കോൺട്രാക്റ്റിൻ്റെ കേസിൽ ആക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. The next one, acceptance must be in a prescribed or reasonable mode. Section 7(2) states that the offer should be accepted in prescribed or reasonable mode. അതായത് ഓഫറിൽ എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് അത് പ്രകാരം തന്നെയാവണം ആക്സെപ്റ്റൻസും ചെയ്യേണ്ടത്. ഇനി if the offerer prescribes no mode of acceptance, the acceptance must be communicated according to some usual and reasonable mode. ഇനി ഓഫറിൽ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു റീസണബിൾ മാനറിൽ അത് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഇനി എക്സാമ്പിൾ, ഇഫ് ദ offerer prescribes acceptance by telegram and the offeree sends acceptance through a messenger, there is no acceptance of the offer. അതായത് ഓഫറർ വെക്കുന്ന സമയത്ത് ഓഫറിൽ പറഞ്ഞിട്ടുണ്ട് ആക്സെപ്റ്റ് ചെയ്യേണ്ടത് ടെലഗ്രാം വഴിയാകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആക്സെപ്റ്റ് ചെയ്ത ആൾ മെസ്സഞ്ചർ വഴിയാണ് ആക്സെപ്റ്റൻസ് ചെയ്തത് എന്നുണ്ടെങ്കിൽ അതെന്തല്ല, വാലിഡ് അല്ല. കാരണം ഓഫർ വെക്കുന്ന സമയത്ത് ടെലഗ്രാം എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുള്ളതുകൊണ്ട് ടെലഗ്രാം യൂസ് ചെയ്തുകൊണ്ട് തന്നെയാവണം ആ ആക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. സോ ആക്സെപ്റ്റൻസ് ചെയ്യുന്നത് പ്രിസ്ക്രൈബ് ചെയ്ത ഫോർമാറ്റിൽ തന്നെ ആവണമെന്ന് നിർബന്ധമുണ്ട്. പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു റീസണബിൾ മോഡ് വഴി ചെയ്താൽ മതി. Then acceptance must be given within a reasonable time. പ്രിസ്ക്രൈബ്ഡ് മോഡിൽ പറഞ്ഞ പോലെ തന്നെ റീസണബിൾ ടൈമിലും ആകണം ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. കാരണം ഒരു ഓഫർ ഒരു ലോങ് പീരിയഡിലേക്ക് ഓപ്പൺ ആയി വെക്കുന്നില്ല. എല്ലാ ഓഫറുകളും സാധാരണ കേസിൽ സ്പെസിഫിക് ടൈമിലേക്കാണ് വെക്കുന്നത്. സോ ആ സ്പെസിഫിക് ടൈമിൽ തന്നെ ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് ഓഫറിനുള്ള ആക്സെപ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതും അത് വാലിഡായി മാറുന്നതും. ഇറ്റ് മസ്റ്റ് ബി ഗിവൺ വിത്തിൻ എ റീസണബിൾ ടൈം ആൻഡ് ഇറ്റ് ഷുഡ് ബി ഡൺ ബിഫോർ ഓഫർ ഈസ് റിവോക്ക്ഡ്. ചില കേസുകളിൽ ഓഫർ വെച്ചിട്ട് അത് പിന്നീട് വിഡ്രോ ചെയ്യാറുണ്ട്. സോ ആ വിഡ്രോ ചെയ്യുന്നതിന് മുമ്പ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വാലിഡ് ആക്സെപ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ഓഫർ വെച്ചിട്ട് അത് വിഡ്രോ ചെയ്തതിന് ശേഷമാണ് ഒരു പാർട്ടി അത് ആക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് വാലിഡായിട്ട് കൺസിഡർ ചെയ്യാറില്ല. ദെൻ ഇതുമായി ഇമ്പോർട്ടൻ്റ് ഒരു കേസ് ഉണ്ട്, റാംസ്ഗേറ്റ് വിക്ടോറിയ ഹോട്ടൽ കമ്പനി വേഴ്സസ് മോണ്ടിഫിയോ. അതായത് മോണ്ടിഫിയോർ എന്ന് പറഞ്ഞ വ്യക്തി റാംസ്ഗേറ്റ് വിക്ടോറിയ ഹോട്ടൽ കമ്പനിയുടെ ഷെയറിന് വേണ്ടി അപ്ലിക്കേഷൻ കൊടുത്തു. അപ്ലിക്കേഷൻ കൊടുക്കുന്നത് ജൂൺ മാസത്തിലാണ്, പക്ഷേ അലോട്ട്മെൻറ്റ് നടന്നത് നവംബർ മാസത്തിലാണ്. ഇവിടെ മോണ്ടിഫെയർ ആ അലോട്ട് ചെയ്ത ഷെയർ റിജക്റ്റ് ചെയ്തു, അവർ ആക്സെപ്റ്റ് ചെയ്തില്ല. കാരണം ജൂണിൽ അപ്ലിക്കേഷൻ കൊടുത്തതിന് നവംബറിലാണ് എന്ത് ചെയ്യുന്നത്, അലോട്ട്മെൻറ്റ് ചെയ്യുന്നത്. മീൻസ് ഇവിടെ അപ്ലിക്കേഷൻ ആണ് ഓഫർ, അലോട്ട്മെൻ്റ് ആണ് ആക്സെപ്റ്റൻസ്. ദെൻ കമ്പനീസ് ആക്ട് പ്രകാരം അപ്ലിക്കേഷൻ്റെ ഡേറ്റിൽ നിന്ന് 60 ഡേയ്സിൻ്റെ ഉള്ളിൽ അലോട്ട്മെൻറ്റ് ചെയ്തിരിക്കണം. ഇവിടെ 60 ഡേയ്സ് എന്നുള്ളതാണ് എന്ത്, റീസണബിൾ ടൈം. ആ 60 ഡേയ്സിൽ ചെയ്യാത്ത കാരണം
ആ അലോട്ട്മെൻറ്റ് വാലിഡ് ആക്സെപ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. സോ റീസണബിൾ ടൈമിൻ്റെ ഉള്ളിൽ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് വാലിഡായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ എന്നുള്ളതാണ് ഈ കേസ് പ്രകാരം പറയുന്നത്. നെക്സ്റ്റ് വൺ, ആക്സെപ്റ്റൻസ് cannot precede an offer. അതായത് ഓഫർ കഴിഞ്ഞിട്ടേ ആക്സെപ്റ്റൻസ് വരാവൂ. ഓഫറിൻ്റെ മുമ്പ് ആക്സെപ്റ്റൻസ് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ പാടില്ല. അതായത് എക്സാമ്പിൾ നോക്കുക. ഇൻ എ കമ്പനി എ പേഴ്സൺ അപ്ലൈഡ് ഫോർ ഷെയർസ് ബീയിങ് അൺഅവെയർ ഓഫ് പ്രീവിയസ് അലോട്ട്മെൻറ്റ്. It was held that the allotment of shares previous to the application was invalid. അതായത് ഒരു വ്യക്തി ഒരു കമ്പനിയുടെ ഷെയറിന് വേണ്ടി അപ്ലിക്കേഷൻ കൊടുത്തു. ദെൻ ആ അപ്ലിക്കേഷനുള്ള അലോട്ട്മെൻറ്റ് കിട്ടിയത് ആരറിഞ്ഞിട്ടില്ല, ആ വ്യക്തി അറിഞ്ഞിട്ടില്ല. അയാൾ രണ്ടാമത് വീണ്ടും ഒരു അപ്ലിക്കേഷൻ കൊടുത്തു. ദെൻ അപ്പോഴാണ് അലോട്ട്മെൻറ്റ് പ്രീവിയസ് അപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നറിഞ്ഞു. ഇവിടെ ഫസ്റ്റ് അപ്ലിക്കേഷന് ശേഷം രണ്ടാമതൊരു അപ്ലിക്കേഷൻ വെക്കുന്നതോടെ ഫസ്റ്റ് അപ്ലിക്കേഷൻ ദാറ്റ് മീൻസ് ഫസ്റ്റ് ഓഫർ റിജക്റ്റ് ചെയ്തു, സെക്കൻഡ് ഓഫർ നിലവിൽ വരിക. ദെൻ സെക്കൻഡ് ഓഫറിന് മുമ്പേ എന്ത് ചെയ്തിട്ടുണ്ട്, ആക്സെപ്റ്റൻസ് വന്നിട്ടുണ്ട്. സോ ആ ആക്സെപ്റ്റൻസ് ഈ ഓഫറിന് മാച്ച് ചെയ്ത് കഴിയില്ല, കാരണം ഓഫറിന് മുമ്പേ ആക്സെപ്റ്റൻസ് വന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് അപ്ലിക്കേഷന് വന്ന അലോട്ട്മെൻറ്റ് സെക്കൻഡ് അപ്ലിക്കേഷൻക്ക് കൊടുക്കാൻ കഴിയില്ല, കാരണം ആ സെക്കൻഡ് അപ്ലിക്കേഷൻ വെക്കുന്നതിന് മുമ്പേ എന്ത് വന്നിട്ടുണ്ട്, അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് സെക്കൻഡ് ഓഫറിന് മുമ്പേ ആക്സെപ്റ്റൻസ് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ പാടില്ല. ഓഫർ വെച്ചതിന് ശേഷം മാത്രമേ ആക്സെപ്റ്റൻസ് വരാൻ പാടുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി ഗിവൺ ഓൺലി ബൈ ദ പേഴ്സൺ ടു whom the offer is made. ഓഫർ ഒരു സ്പെസിഫിക് പേഴ്സൺ അല്ലെങ്കിൽ ഒരു ക്ലാസ് ഓഫ് പേഴ്സണിന് വെക്കാം. അത്തരം കേസുകളിൽ ആർക്കാണോ, ഏത് വ്യക്തിക്കാണോ ഓഫർ വെച്ചിട്ടുള്ളത് ആ വ്യക്തി, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആണെങ്കിൽ അതിലേതെങ്കിലും ഒരു വ്യക്തിക്ക് ഈ ഓഫർ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. വേറെ ഒരാൾക്ക് ഓഫർ ആക്സെപ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ഇനി അതിനൊരു കേസ് നോക്കുക. ദ റൂൾ ഓഫ് ലോ ഇഫ് യു പ്രൊപ്പോസ് ടു മേക്ക് എ കോൺട്രാക്റ്റ് വിത്ത് പി. അതായത് നിങ്ങൾ പിയുമായൊരു കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ആ സമയത്ത് ക്യൂ എന്ന് പറഞ്ഞ വേറൊരു വ്യക്തി പറയാണ് പിക്ക് പകരം ഞാൻ വരാം, ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് വില്ലിങ്നെസ് അറിയിക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പിയുമായുള്ള കോൺട്രാക്റ്റാണ്. അത് പിയെ മാറ്റിയിട്ട് ക്യൂക്ക് മുന്നോട്ട് വരാൻ പാടില്ല. ഇനി അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ ആരുടെ സമ്മതം കിട്ടണം, നിങ്ങളുടെ, ദാറ്റ് മീൻസ് ഓഫറിൻ്റെ സമ്മതം കിട്ടിയാലേ വേറൊരാൾക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത കേസിൽ ആക്സെപ്റ്റൻസ് വാലിഡായിട്ട് കൺസിഡർ ചെയ്യൂല. ദെൻ റിജക്റ്റഡ് ഓഫർ ക്യാൻ ബി ആക്സെപ്റ്റഡ് ഓൺലി ഓൺ റിന്യൂവൽ. ചില കേസുകളിൽ ഓഫർ വെച്ച പ്രകാരം തന്നെ കാര്യങ്ങൾ നടക്കില്ല, അപ്പോൾ അത് റിജക്റ്റ് ചെയ്ത് പോകും. ആ റിജക്റ്റ് ചെയ്ത ഓഫറിന് പിന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. ആ എക്സാമ്പിൾ നോക്കാം. എ ഓഫേഴ്സ് ടു സെൽ ഹിസ് കാർ ടു ബി ഫോർ ₹60,000. ബി റിജക്ട്സ് ദ ഓഫർ ആൻഡ് അഗ്രീസ് ഓൺലി ടു 50,000. ഇവിടെ എ അയാളുടെ കാറ് 60,000 രൂപക്ക് ബിക്ക് വിൽക്കാൻ ഓഫർ വെക്കണം. അപ്പോൾ ബി ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല മീൻസ് അയാൾ 60,000 രൂപക്ക് അത് വാങ്ങാൻ റെഡിയല്ല. അയാൾ പറയാൻ ഒരു 50,000 രൂപക്കാണെങ്കിൽ ഞാൻ വാങ്ങാമെന്ന് ബി പറയുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഓഫർ റിജക്റ്റ് ചെയ്ത് പോയി. ഇനി പിന്നീട് ബിക്ക് തോന്നുകയാണ് 60,000 രൂപ കൊടുത്ത് വാങ്ങായിരുന്നു എന്ന് തോന്നിയിട്ട് ബി പിന്നെ പറയുകയാണ് ഞാൻ തരാം 60,000, എനിക്ക് ആ കാറ് വേണം എന്ന് പറയുകയാണെങ്കിൽ അതൊരു വാലിഡ് ആക്സെപ്റ്റൻസ് അല്ല. കാരണം ആ ഓഫർ ഓൾറെഡി റിജക്റ്റ് ചെയ്ത് പോയി. റിജക്റ്റ് ചെയ്ത ഓഫർ പിന്നീട് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അത്തരം കേസിൽ എ പിന്നെയും ആ ഓഫർ അതായത് റിന്യൂ ചെയ്യുമ്പോഴാണ് ആ ആക്സെപ്റ്റൻസ് വാലിഡ് ആവുള്ളൂ. അങ്ങനെ റിന്യൂ ചെയ്തതിന് ശേഷം മാത്രമേ ഇവിടെ ബിക്ക് പിന്നെ രണ്ടാമത് 60,000 രൂപക്ക് വാങ്ങാമെന്ന് പറഞ്ഞ് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അതല്ലെങ്കിൽ ബി അങ്ങോട്ടൊരു ഓഫർ വെക്കണം, ഞാൻ 60,000 രൂപക്ക് വാങ്ങാമെന്ന് പറഞ്ഞിട്ട്. സോ റിജക്റ്റ് ചെയ്ത ഓഫർ എന്ത് ചെയ്യാൻ കഴിയില്ല, ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അത് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അത് റിന്യൂ ചെയ്തിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. എങ്കിൽ മാത്രമേ ആ ആക്സെപ്റ്റൻസ് വാലിഡായിട്ട് കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ദെൻ ആക്സെപ്റ്റൻസ് cannot be implied from silence. അതായത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, ഓഫർ വെക്കുമ്പോൾ ഓഫർ വെക്കുന്ന ആൾ ഒരിക്കലും പറയാൻ പാടില്ല ഇന്ന കാര്യം പറഞ്ഞില്ല അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ആക്സെപ്റ്റ് ചെയ്തായി കൺസിഡർ ചെയ്യുമെന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ പോയിൻ്റാണ് ഇവിടെയും പറയുന്നത്. ആക്സെപ്റ്റ് ചെയ്തതായിട്ട് അറിയിച്ചിട്ടില്ല, ദാറ്റ് മീൻസ് ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഓഫറിന് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. ദ ഓഫർ ഡസ് നോട്ട് ഹാവ് ലീഗൽ റൈറ്റ് ടു സേ ദാറ്റ് ഇഫ് നോ ആൻസർ ഈസ് റിസീവ്ഡ് വിത്തിൻ എ സർട്ടൈൻ ടൈം ദ ഓഫർ ഷാൾ ബി ഡീംഡ് ടു ഹാവ് ബീൻ ആക്സെപ്റ്റഡ്.
സ്പെസിഫൈഡ് ടൈമിൽ ഓഫർ ആക്സെപ്റ്റ് ചെയ്തില്ല, ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും വന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്തതായി കൺസിഡർ ചെയ്യും എന്നുള്ളത് വരാൻ പാടില്ല. അത്തരത്തിലൊരു ആക്സെപ്റ്റൻസ് എന്തല്ല, വാലിഡ് അല്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ആക്സെപ്റ്റൻസുമായി പറയാനുള്ളത്. ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഓഫർ വെക്കുമ്പോൾ ദാറ്റ് മീൻസ് ഓഫറർ വെച്ച കാര്യം ഓഫറി ചെയ്യാൻ സമ്മതം കൊടുക്കുകയാണെങ്കിൽ അതാണ് ആക്സെപ്റ്റൻസ്. അങ്ങനെ ഒരു ആക്സെപ്റ്റൻസ് വാലിഡ് ആവണം എന്നുണ്ടെങ്കിൽ ഇത്രയും പറഞ്ഞ എലമെൻറ്റ്സ് ഫുൾഫിൽ ചെയ്യൽ നിർബന്ധമാണ്. ഓക്കെ, താങ്ക് യു.